വെടിനിർത്തൽ കരാർ ചർച്ചകൾ തീരുമാനം വൈകുന്ന അവസ്ഥയിലും ഫലസ്തീനു നേരെയുള്ള ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. ആക്രമണം ഭയന്ന് ഏകദേശം 1,10,000 ആളുകൾ സുരക്ഷിതത്വം തേടി റഫയിൽ നിന്ന് പലായനം ചെയ്തു. യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിയാണ് പലായനം ചെയ്തവരുടെ കണക്കുകൾ പുറത്തുവിട്ടത്. ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന റഫയിൽ ഇസ്രായേൽ സേന കരയാക്രമണം തുടങ്ങിയതോടെയാണ് സുരക്ഷിത സ്ഥലം തേടി ജനങ്ങൾക്ക് വീണ്ടും പലായനം ചെയ്യേണ്ടി വന്നത്. നേരത്തെ ഗസയിൽ ആക്രമണം ശക്തമായ ഗസ മുനമ്പിൽ നിന്ന് റഫയിൽ എത്തിയവർ വീണ്ടും പലായനത്തിന്റെ നൊമ്പരം പേറി മടങ്ങുകയാണ്. തുടർച്ചയായി നടക്കുന്ന അക്രമങ്ങൾ ഗസ മുനമ്പിൽ എവിടെയും സുരക്ഷിതമല്ലാത്ത ജീവിത സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു. അരാജകത്വത്തിനും നാശത്തിനുമിടയിൽ അഭയം തേടുന്ന കുടുംബങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുന്നു. സിവിലിയന്മാരെ സംരക്ഷിക്കുന്നതിനും മാനുഷിക ദുരിതങ്ങൾ ലഘൂകരിക്കുന്നതിനുമായി ഉടനടി വെടിനിർത്തലിന്റെ അടിയന്തര ആവശ്യത്തിന് അടിവരയിടുന്നതാണ് കുടിയിറക്കത്തിന്റെ തോത് എന്ന് UNRWA പറയുന്നു. അക്രമത്തിന് അവസാനമില്ലാതെ സ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. ഗസയിൽ വർദ്ധിച്ചു വരുന്ന പ്രതിസന്ധിയിൽ അന്താരാഷ്ട്ര ആശങ്കകൾ ശക്തമാകുമ്പോൾ ഉടനടി വെടിനിർത്തലിനുള്ള ആഹ്വാനം ശക്തമാകുന്നു. 2023 ഒക്ടോബർ 7 മുതൽ ഇസ്രായേൽ നടത്തിയ നരഹത്യയിൽ 35,000-ലധികം ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഇരകളിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. റഫ അതിർത്തി ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തതോടെ ഗസയിലേക്കുള്ള മാനുഷിക സഹായങ്ങളും നിലച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ റഫയിലെ വിവിധ മേഖലകളിൽ വ്യോമാക്രമണം നടത്തി. വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ റഫ വിട്ട് പോകണമെന്ന് കാണിച്ച് ഇസ്രായേൽ സൈന്യം തിങ്കളാഴ്ചയാണ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. അതേസമയം അമേരിക്കയുടെ മുന്നറിയിപ്പിനെ വകവയ്ക്കാതെ റഫയിൽ ആക്രമണം നടത്തിയ ഇസ്രായേലിന് ആയുധം നൽകുന്നത് US തടഞ്ഞാൽ ഇസ്രായേൽ പ്രതിരോധത്തിലാകും. ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ ആയുധം നൽകുന്ന രാജ്യമാണ് US. 65.6% ആയുധവും വെടിക്കോപ്പുകളും ഇസ്രായേലിന് നൽകുന്നത് അമേരിക്കയാണ്. അമേരിക്ക കഴിഞ്ഞാൽ ഇസ്രായേലുമായി ആയുധ വ്യാപാരം നടത്തുന്ന രാജ്യമാണ് ജർമ്മനി. 29.7% ആയുധങ്ങൾ നൽകുന്നത് ജർമ്മനിയാണ്. ഇറ്റലി 4.7% ആയുധങ്ങൾ നൽകുന്നുണ്ട്. ഗസയിലെ ആക്രമണത്തോടെ ഇറ്റലിയിൽ ഇസ്രായേലുമായുള്ള ആയുധ കരാർ റദ്ദാക്കണമെന്ന പൊതുവികാരം ശക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭങ്ങളും നടന്നിരുന്നു. 2019-നും 2013-നും ഇടയിൽ 69% ആയുധങ്ങളാണ് ഇസ്രായേൽ US-ൽ നിന്ന് ഇറക്കുമതി ചെയ്തതെന്നാണ് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്ക്. US-ൽ നിന്ന് $380 കോടി സൈനിക സഹായവും ഇസ്രായേൽ പ്രതിവർഷം സ്വീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിലേക്ക് അയക്കാനുള്ള ആയുധങ്ങളും ബോംബുകളും US വൈകിപ്പിക്കുന്നതായി വാർത്ത പുറത്തു വന്നിരുന്നു. ഇതിനിടെയാണ് റഫ ആക്രമിച്ചാൽ ആയുധം നൽകില്ലെന്ന് ബൈഡൻ ആവർത്തിച്ചത്.